ഗുഡ്വിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നു കൊത്തിടിയപ്പം. നമ്മൾ ഇടിയപ്പം വെച്ച് ഒരു അടിപൊളി ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. കൊത്തിടിയപ്പം ഇത് തമിഴ്നാട്ടിലൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ള ഐറ്റമാണ്. കേരളത്തിൽ വളരെ കുറവാണ്, പക്ഷെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ? നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മളൊരു 5 ഇടിയപ്പം നന്നായിട്ട് കൈ വെച്ച് ഇങ്ങനെ അടർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു പകുതി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കറിവേപ്പില വേണം, 2 പച്ചമുളക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്യാരറ്റ് ഒരു പകുതി ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സവോള ഒരെണ്ണം നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്രീൻ പീസ് ഒരു 100 ഗ്രാം ഗ്രീൻ പീസ് പച്ച ഗ്രീൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ 5 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. മസാലയായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരു സ്വല്പം മുളക് പൊടിയും കുരുമുളക് പൊടിയുമാണ്. നമുക്ക് തുടങ്ങിയാലോ? അതിനായിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. എണ്ണയെന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു, ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു, പച്ചമുളക് ചോപ്പ് ചെയ്ത പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു, കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു, അതുപോലെ തന്നെ സവോള ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുന്നു, ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതോടെ നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നു. നന്നായിട്ടൊന്ന് ഇളക്കി സോട്ടാക്കി ഇടുക. ഇതിലോട്ട് ഗ്രീൻ പീസ് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പച്ച ഗ്രീൻ പീസാണ്. സ്വല്പം ഉപ്പൂടെ ഇട്ട് ഇളക്കാം. ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് മുട്ടയൊന്ന് പൊടിച്ച് റെഡിയാക്കി എടുക്കാം. മുട്ടയൊന്ന് വീറ്റ് ചെയ്തെടുക്കാം. ഉപ്പിട്ട് നമുക്കൊന്ന് വീറ്റ് ചെയ്യാം. സവോളയും ക്യാരറ്റൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ടാകും. നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയുടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. മസാല ജസ്റ്റ് നമ്മളിട്ട മുളക് പൊടിയൊക്കെ ഒന്ന് പച്ചക്കുത്തിലങ്ങ് മാറി വരുമ്പോഴത്തേക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയങ്ങ് ഒഴിച്ചു കൊടുക്കാം. 5 മുട്ട നമ്മൾ എടുത്തിട്ടുള്ള മുട്ടയങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി സെറ്റാക്കി വെക്കാം. മുട്ടയൊക്കെ നല്ല വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഇടിയപ്പം ചേർത്ത് കൊടുക്കുന്നു. തേങ്ങയൊക്കെ നല്ല കൂടുതലായിട്ട് ഇട്ട് ഉണ്ടാക്കിയ ഇടിയപ്പമാണ്. അതുകൊണ്ട് നല്ല കിടിലൻ ടേസ്റ്റ് ആയിരിക്കും. ഇതാണ് കൊത്ത് ഇടിയപ്പം. കേട്ടോ, ഇങ്ങനെ കൊത്തി എടുക്കണം. ഇത് നമുക്ക് ചിക്കൻ വെച്ചും ബീഫ് വെച്ചും ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. ഒരു 2 പീസ് ചിക്കൻ വെച്ചിട്ട് ചാറൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിക്കൻ വെച്ചിട്ടുള്ള കൊത്തിടിയപ്പവും. ബീഫ് വെച്ചിട്ട് നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. നമ്മളിത് മുട്ട വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മളെ കൊത്തിടിയപ്പം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് അങ്ങ് ഓഫ് ആക്കുവാണ്. മല്ലിയിലയുടെ ഫ്ലേവർ കൂടെ വരുമ്പോൾ നല്ല കിടില സാധനമായിരിക്കും. നമുക്കത് ഓഫാക്കാം. കൊത്തിടിയപ്പം എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് സാധനമെന്ന്. ഇതെന്നെ കൊണ്ടാണ് ഉണ്ടാക്കിയത്? ഇടിയപ്പം അല്ലേ? പക്ഷെ ഞാൻ വിചാരിച്ചു ഇടിയപ്പം കൊണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. സാധാരണ ഇടിയപ്പം നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചോളൂ. ഇത് പക്ഷെ 4 മണി പലഹാരമായിട്ടൊക്കെ നമുക്ക് വീട്ടിൽ പിള്ളേരൊക്കെ പറ്റിക്കാം. അടിപൊളി സാധനം, കൊള്ളാം. സാന്ദ്ര പറഞ്ഞ പോലെ നമുക്ക് 4 മണി പലഹാരമായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാം. ഇത് തമിഴ്നാട്ടിലൊരു ഫേമസ് ആയിട്ടുള്ള ഡിഷാണ് കൊത്തിടിയപ്പം എന്ന് പറയുന്നത്. നിങ്ങൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീട്ടിലുള്ള കൊച്ചു പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ടിജോ ഫ്രം ഗുഡ്വിൽ പാചകം.